കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ രമ്യ പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു ഏതൻ. ഇവളെന്തിനായിരിക്കും അങ്ങനെയൊക്കെ കയറി പറഞ്ഞത്? അമല ഇപ്പോ അവളുടെ വീട്ടിലല്ലേ, പിന്നിപ്പോ അവളെ ഞാനെന്തു നോക്കാനാ? ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചൊരു പെണ്ണ്. തലയും കുടിഞ്ഞ് അകത്തേക്ക് കയറുന്നവൻ കാണുന്നത് ഇടനാഴിയിൽ നിന്നും എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നടന്നു വരുന്നവളെയാണ്. ഒരു നിമിഷം ഏതന്റെ കാലുകൾ തറഞ്ഞു നിന്നുപോയി. ഇതിനു മുന്നേ പലപ്പോഴും പട്ടുപാവാടയിലും ബ്ലൗസിലും കണ്ടിട്ടുണ്ട്. രണ്ടു വശത്തെയും മുടിയൊക്കെ പിന്നിക്കെട്ടി പട്ടുപാവാടയും ബ്ലൗസിലും വരുന്ന കണ്ട് കുഞ്ഞു കുട്ടികൾ വരുന്ന പോലെ തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇന്നിപ്പോ ധാവണിയിൽ അവന്റെ കണ്ണുകൾ ഇപ്പൊ പുറത്തേക്ക് വീഴും എന്ന പോലെയായി. പച്ചയും മഞ്ഞയും കോമ്പിനേഷൻ വരുന്ന ധാവണിയാണ് വേഷം. രണ്ട് കൈയിലും നിറയെ കുപ്പിവെള്ള. രാവിലെ ക്ഷേത്രത്തിൽ പോയതിന്റെ ബാക്കിയായി വെള്ളയും മഞ്ഞയും ചുവപ്പും കറുപ്പും ഒക്കെയായി നെറുകയിൽ ഇപ്പോഴും ബാക്കിയായി കളറുകളുണ്ട്. തന്നെ കണ്ടതിന്റെ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വരുമ്പോൾ കണ്ടു, കണ്ണുകൾ ഇന്ന് കട്ടിക്ക് എഴുതിയിട്ടുണ്ട്. ഇന്ന് വരെ കണ്ട പെൺകുട്ടിയിൽ നിന്നും ഒരുപാട് മാറിയ മറ്റാരോ ഒരാൾ. അങ്ങനെയാണ് മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് ഏതന് തോന്നിയത്. സാറിത് എന്ത് നിൽപ്പാ, എന്നാ പറ്റി? ഓടി വന്ന് ആസി ചോദിക്കുമ്പോഴാണ് ഹരൻ ഞെട്ടിക്കൊണ്ട് അവളിൽ നിന്നും കണ്ണു മാറ്റുന്നത്. സാറേ, ആ സാറിന് എന്താ പൊട്ടാൻ കഴിച്ചോ? ഇല്ല. പെട്ടെന്നുള്ള അവന്റെ പറച്ചിലിൽ ആസിയും നൗഫിയും ഉറക്കെ ചിരിച്ചെങ്കിൽ പുതിയതാണെങ്കിലും ആമ്പലു അവനെ നോക്കി പതുക്കെ ചിരിച്ചുപോയി. അത് കണ്ടതും ഏതൻ അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി. പെട്ടെന്ന് പെണ്ണ് ചിരി നിർത്തിയെങ്കിലും അവളുടെ തെളിഞ്ഞ മുഖം അല്പം പോലും മാറിയില്ലായിരുന്നു. സാറേ, സാറ് ഈ നിൽപ്പ് നിൽക്കാതെ പിറന്നാളുകാരിക്ക് ബർത്ത്ഡേ വിഷസ് ഒന്നും പറയുന്നില്ലേ? ഓ സോറി, ഞാനത് വിട്ടുപോയി. ഹാപ്പി ബർത്ത്ഡേ അമലു. മറുപടിയായി അവളെ ചിരിച്ചു. ഹാ, പോകും പ്രായം അതല്ലേ. സ്ഥിരമായി അവൻ പിള്ളേരെ കളിയാക്കുന്ന വാക്ക്. ഇന്ന് അവനെ കളിയാക്കാൻ പറ്റിയ ഒരു അവസരത്തിൽ കിട്ടിയതും ആസി ഒരു മടിയും കൂടാതെ അങ്ങനെ കയറി പറഞ്ഞു. എടാ മതിയേ, ഞാനാ നിങ്ങളുടെ സാറ്. ഒന്ന് പോയേ സാറേ, നമുക്കിടയിൽ അങ്ങനെയൊക്കെ വേണോ? ഏതിന്റെ കയ്യിൽ പിടിച്ച് ഒന്ന് കുലുക്കി ആസി പറഞ്ഞതും പിന്നെയും അവിടെ പൊട്ടിച്ചിരിയായി. ഇതെന്താ ഇത്രയും നേരമില്ലാത്തൊരു ചിരിയും കളിയുമൊക്കെ? ആഹാ, പഠിപ്പിക്കുന്ന സാർ വന്നതിന്റെ ബഹളമാണോ ഈ കാണുന്നത്? പണ്ടൊക്കെ പഠിപ്പിക്കുന്ന സാറന്മാരെ കണ്ടാൽ നമുക്കൊന്നും മിണ്ടാട്ടം പോലും വരികയില്ലായിരുന്നു, അല്ലേ അശോക? ഹാ, അതൊക്കെ ഒരു കാലം. ഇപ്പൊ നോക്കിയേ, സാറിന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്നു, തമാശ പറയുന്നു, ഉറക്കെ ചിരിക്കുന്നു. വേണുമാമന് നല്ല അസൂയ തോന്നുന്നുണ്ട് അല്ലേ? പിന്നെ അസൂയ തോന്നാൻ അത് നിങ്ങൾ പീക്കിരികളോട്. അവളെ കളിയാക്കി പലതും പറഞ്ഞ് പിന്നെയും എല്ലാവരും കൂടി നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ആസി, മറ്റേ ആ ക്നാപ്പൻ എന്തേടാ? എല്ലാരും കൂടി നിന്ന് ചിരിക്കുന്നതിനിടയിൽ നൗഫി ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. കുറച്ചു മുന്നേ ഒരു ഫോൺ വന്നിട്ട് പോകുന്ന കണ്ടു. വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ അവൻ മറുപടി കൊടുത്തു. എടാ, അങ്ങേര് നമ്മുടെ വിഷ്ണുവേട്ടനെയും വിനോദേട്ടനെയും പോലൊന്നും അല്ലാന്ന് തോന്നുന്നു, അല്ലേ? അല്ലടാ, ഇതെന്തോ കൂടിയ ഐറ്റമാണ്. അങ്ങേരുടെ ഒരു വല്ലാത്തൊരു മോന്തയും ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡും. പിന്നെ അവളുടെ സന്തോഷം കണ്ടിട്ട് ഞാനൊന്നും മറുപടി പറയാഞ്ഞതാ. കുറച്ചു മുന്നേ ഞാൻ അമ്പുവിന്റെ കയ്യിൽ പിടിച്ചപ്പോൾ അയാൾ ആ കൈ തട്ടിമാറ്റി പിടിച്ചത് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കളയടാ ആസി, എനിക്കും അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആമ്പലൂന് അത് മനസ്സിലാവാതെ അയാളുടെ കൂടെ പോയതുകൊണ്ടാണ് ഞാനും അത് വിഷയമാക്കാഞ്ഞത്. പിന്നെ ചിന്തിച്ചു, 1-2 മണിക്കൂർ വന്നു നിന്ന് പോകുന്നതിനോട് എന്നാ പറയാനാ? രണ്ടുപേരും ഇത്തിരി മാറി നിന്ന് കാര്യം പറയാൻ തുടങ്ങിയതും ഹരന് ആമ്പലുവിനെ തൊട്ടരികിൽ കിട്ടി. ഈ വേഷം അമലുവിന് നന്നായി ചേരുന്നുണ്ട് കേട്ടോ. ചിരിച്ചും കൊണ്ട് അവളോട് അത് പറയുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യം പ്രതീക്ഷിക്കാത്ത പോലെ കേട്ടതിന്റെ ഞെട്ടലായിരുന്നു അവളുടെ കണ്ണുകളിൽ. എന്തിനാപ്പോ നീ കണ്ണിങ്ങനെ മിഴിക്കുന്നേ? ഞാൻ നേരാ പറഞ്ഞേ, ഇത്രയും നാൾ കാണുമ്പോഴൊക്കെ കുഞ്ഞി കൊച്ചായിരുന്നു. ഇപ്പൊ നോക്കിയേ, കണ്ടിട്ട് വലിയ പെൺകുട്ടിയെ പോലൊക്കെ തോന്നുന്നു. കൈയും കെട്ടി പിന്നലിലെ ജനലിലേക്ക് ചാരി നിന്നുകൊണ്ടവൻ കളി പറഞ്ഞതും നാണമിരച്ചു കയറി മുഖം ചുവന്നവൾ കുനിഞ്ഞു നിന്നു. അവളിൽ കാണുന്ന ഈ ഭാവമൊക്കെ വല്ലാത്തൊരു കൗതുകത്തോടെയാണ് ഏതൻ നോക്കി നിന്നത്. ആദ്യമായി കാണുന്ന ഈ കാഴ്ചകളിൽ എല്ലാത്തിനുമുണ്ട് പുതുമ, എന്തൊക്കെയോ ഒക്കെ നിർവചിക്കാൻ ആവാത്ത പ്രത്യേകത.
ധാവണിത്തുമ്പ് കെട്ടിയും അഴിച്ചും പരിഭ്രമിച്ചു നിൽക്കുന്നവളുടെ ഒരു നോട്ടം അവനിലേക്ക് എത്തിയതും ആ കണ്ണിലെ പിഴപ്പ് ഇഷ്ടമായ പോലെ ഏതന്റെ മുഖം വിടർന്നു. സാർ എന്നെ കളിയാക്കി ചിരിക്കുക അല്ലേ? ആവശ്യമില്ലാത്ത ഒരു പരിഭവത്തോടെ പെണ്ണവനെ നോക്കി മുഖം വീർപ്പിച്ചതും ഇരു കണ്ണുകളും ചിമ്മി ഏതനൽപ്പം ഉറക്കെ ചിരിച്ചുപോയി. ദേ പിന്നെ ചിരിക്ക, നോക്കിക്കോ, ഇനി ഞാൻ മിണ്ടില്ല. കൂട്ടുകാരോട് പിണങ്ങും പോലെ അവനെ നോക്കി മുഖം വെട്ടിച്ചു പോയവളുടെ പിന്നഴകിൽ ആദ്യമായി ഏതന്റെ ഹൃദയതാളം അവൻ അറിയാതെ തന്നെ തെറ്റി. ഹലോ വിഷ്ണു ഏട്ടാ. രമ്യ. വിഷ്ണു ഞെട്ടി. ഏട്ടാ, എന്തടി? സിദ്ധാർത്ഥേട്ടൻ ആമ്പലുവിനെ പ്രേമിക്കുന്നുണ്ടോ? പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ വിഷ്ണു അങ്ങ് വല്ലാതായിപ്പോയി. വിഷ്ണുവേട്ടാ. ഇത്തിരി നേരം കഴിഞ്ഞിട്ടും അവനിൽ നിന്ന് മറുപടി ഒന്നും കേൾക്കുന്നില്ലെന്ന് കണ്ട് രമു പിന്നെയും വിളിച്ചു. ആ ആടി. ഒന്ന് ഞെട്ടിയെങ്കിലും അവൻ വിളി കേട്ടു. ഞാൻ ചോദിച്ചത് ഏട്ടൻ കേട്ടില്ലായിരുന്നോ? കേട്ടടി. പക്ഷെ നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്തെങ്കിലും കാര്യമുണ്ടോ? അവൻ അങ്ങനെ ചോദിച്ചതും സിദ്ധാർത്ഥ് വീട്ടിൽ വന്ന നിമിഷം മുതലുള്ള എല്ലാ കാര്യങ്ങളും രമു അക്കമിട്ടെണ്ണി. ഒപ്പം ആസി അവളുടെ കയ്യിൽ പിടിച്ചപ്പോൾ ആ കൈ തട്ടി മാറ്റി അവരോട് ദേഷ്യപ്പെട്ടതും പിന്നെ ഒരു നിമിഷം പോലും അവരോട് സംസാരിക്കാൻ വിടാത്ത പോലെ അവളെ പൊതിഞ്ഞു പിടിച്ചതും ഒക്കെ രമ്യ പറഞ്ഞതും മറുപടിയായി കേട്ടത് ഒരു നിശ്വാസമാണ്. ആ പുള്ളിയുടെ നോട്ടവും ഭാവവും ഒക്കെ ഭയങ്കര പോസസീവായ ഒരു കാമുകന്റെ ഭാവങ്ങൾ പോലെയാണ് ഏട്ടാ. എനിക്ക് അങ്ങനെയാ തോന്നിയത്. അതൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഓടി വന്ന് ഏട്ടനെ വിളിച്ചത്. ഇനി പറയട്ടാ, അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്ന് മൂളാൻ മാത്രമേ വിഷ്ണുവിന് അപ്പോൾ കഴിഞ്ഞുള്ളൂ. എനിക്ക് അപ്പോഴേ തോന്നിയതാണ് അങ്ങയുടെ ഒരു സൈക്കോ ആണെന്ന്. രമ്യ, ഏട്ടന് കേൾക്കുമ്പോൾ വിഷമം തോന്നുമെന്നൊക്കെ അറിയാം. പക്ഷെ ഏട്ടാ, ഞാൻ സത്യമാണ് പറയുന്നത്. അങ്ങർക്ക് ആമ്പലൂന്ന് വെച്ച ഒരു വല്ലാത്ത ജാതി വട്ടാണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വേഗത്തിൽ കയറുന്നവനെ കണ്ടുകൊണ്ടാണ് ആസിയും നൗഫിയും പരസ്പരം നോക്കിയത്. എടാ ആസി, എനിക്ക് തോന്നുന്നത് തന്നെയാണോ നിനക്കും തോന്നുന്നത്? അതിപ്പോൾ നിനക്ക് തോന്നുന്നത് എന്താണെന്ന് പറയാതെ ഞാൻ എങ്ങനെ പറയാനാടാ? ആകെ ഉഴപ്പി ആസി നൗഫി ഒന്ന് നോക്കി. ഓ അങ്ങനെയാണോ? എങ്കിൽ പിന്നെ നിനക്കെന്തെങ്കിലും തോന്നുമ്പോൾ എന്നോട് ചോദിച്ചുകൊണ്ട് വാ. അപ്പൊ ഞാൻ എന്റെ മനസ്സിലുള്ളത് പറയാം. ഒപ്പം നിൽക്കുന്നവനോട് പിണങ്ങി നൗഫി പിന്നിലേക്ക് മാറി. ചേടാ, അപ്പോഴേക്കും കേന്തി അടിച്ചോടാ. പിന്നെ അടിക്കാതെ. കാര്യമായിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇതുപോലെ ഓരോ വെകിടല്ലേ നിന്റെ മറുപടി? തന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് അടുപ്പിക്കാൻ നോക്കുന്നവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് നൗഫി പിന്നെയും പിണങ്ങി തന്നെ നിന്നു. നിന്റെ അള്ളോ, ഒന്ന് ക്ഷമി. എന്നിട്ട് ആൾക്കും മനസ്സിലാവുന്ന പോലെ നീ കാര്യം പറ. അപ്പൊ ഇതുവരെ നിന്നിട്ട് നിനക്ക് ശരിക്കും ഒന്നും മനസ്സിലായില്ലെന്ന് തന്നെയാണോ നീ പറയുന്നേ? ഇനിയിപ്പോ തന്റെ ചിന്താരീതിയുടെ പ്രശ്നമാണോ എന്നുള്ള തോന്നലിൽ നൗഫി പിന്നെയും ചോദിച്ചു. എടാ പുല്ലെ, നിനക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ നീ പറ, അല്ലെങ്കിൽ ആളെ വിട്. ആസി കലിപ്പിൽ മറുപടി പറഞ്ഞതും നൗഫി അവനെ പിടിച്ച് അടുത്തേക്ക് നിർത്തി. എടാ, ഇപ്പൊ വന്ന അങ്ങേരില്ലേ? ആര്? സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധനോ? അയാൾക്ക് എന്താണ്? ധൃതി പിടിച്ച് അവിടെയെല്ലാം ആരെയെ അന്വേഷിക്കുന്ന പോലെ പരതി അകത്തേക്ക് നടക്കുന്നതിനെ നോക്കിക്കൊണ്ട് ആസിഫ് നൗഫിയെ തിരിഞ്ഞു നോക്കി ചോദിച്ചു. എടാ, അങ്ങേർക്ക് നമ്മുടെ ആമ്പലുവിന്റെ മേലിൽ ഒരു കണ്ണില്ലേന്നൊരു സംശയം. നമ്മുടെ കൊച്ചിന്റെ മുകളിലോ? ഞെട്ടിക്കൊണ്ടാണ് ആസി ചോദിച്ചത്. ആടാ, നമ്മുടെ കൊച്ചിന്റെ മുകളിൽ തന്നെ. ഒന്ന് പോയേടാ നൗഫി. കുറച്ചു മുന്നേ നടന്ന കാര്യം വെച്ചിട്ടാണ് നീ അത് പറയുന്നെങ്കിൽ അതിപ്പോ ഒരു ആങ്ങളയുടെ ഓവർ പ്രൊട്ടക്ഷനും ആകാമല്ലോ. എന്തോ നൗഫി പറഞ്ഞ കാര്യം അംഗീകരിക്കാൻ പറ്റാതെ ആസി അതിനെ ഡിഫെൻഡ് ചെയ്തു. അങ്ങനെയും ആകാം. പക്ഷെ ഇതെന്തോ അങ്ങനെയല്ലെന്ന് തന്നെയാടാ എനിക്ക് തോന്നുന്നത്. എന്റെ ചെറുക്ക, നീ നിന്റെ കുരുട്ടുബുദ്ധി വെച്ച് ആലോചിക്കുന്നത് കൊണ്ട് തോന്നുന്നതാ ഇങ്ങനൊക്കെ. അല്ലാതെ ഇവിടെ ഒന്നും ആർക്കും പ്രേമവും മണ്ണാങ്കട്ടയും ഒന്നും ഇല്ല. ശരി, സമ്മതിച്ചു. എന്തായാലും ഇവിടുന്ന് പോകുന്നവരെ നീ അയാളെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്ക്. എന്നിട്ട് എപ്പോഴേലും ഈ അഭിപ്രായം മാറുകയാണെങ്കിൽ എന്നോട് പറയാൻ മടിക്കണ്ട. തന്റെ സിക്സ്ത് സെൻസിനെ ചോദ്യം ചെയ്ത് പറഞ്ഞവന്റെ ആക്കലിൽ ഒന്ന് മൂളിക്കൊണ്ട് നൗഫി സംസാരം അവിടെ നിർത്തി. പക്ഷെ ആ സമയം ആമ്പലുവിനെ അവിടെയെങ്ങും കാണാതെ അവളെ തിരക്കി നടക്കുകയായിരുന്നു സിദ്ധു. ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ, മോന് വിശക്കുന്നുണ്ടാകും. ഒരു 10 മിനിറ്റ് കൂടി കേട്ടോ മോനെ. അവനെ തിരിഞ്ഞു വന്ന മഞ്ജു സിദ്ധുവിനെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു.
എനിക്ക് വിശപ്പൊന്നുമില്ല അമ്മായി. അത് പോട്ടെ, ആമ്പിളി എവിടെ അമ്മായി? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഓടിപ്പിടിച്ച് അവന്റെ അടുക്കിലേക്ക് വന്ന് മഞ്ജു പറഞ്ഞതും അത് ആമ്പലിനെ തിരക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റി അവൻ. അയ്യോ, അപ്പൊ എന്റെ മോൻ കണ്ടില്ലേ? എന്തമ്മായി? അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. മോനെ, അവളുടെ സാറും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. അവരെ വിളയിലെ കൃഷി കാണിക്കാൻ പോയതാ അവള്. എന്തിന്? അവരുടെ കൂടെ അവളെ ഒറ്റയ്ക്കാണോ വിട്ടത്? സാറും ടീച്ചറും എന്ന് കേട്ടതും അവന്റെ ശബ്ദം മാറി ചോദിച്ചത് അങ്ങനെയാണ്. എന്റെ മോനെ, അത് ദൂരെയൊന്നുമല്ല. ദോ ഈ വിളയില, താഴത്തെ തൊടിയിൽ. കുറച്ചു മുന്നേ വാഴയില എടുക്കാൻ പോയില്ലേ, അതിന്റെ തൊട്ടപ്പുറത്ത്. അവന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അങ്ങോട്ടേക്ക് വാഴയില കഴുകി വെക്കാൻ വന്ന രമയമ്മയായിരുന്നു. ഉം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് മുഖത്ത് വരാതിരിക്കാൻ പാടുപെട്ടുകൊണ്ട് അവൻ മൂളിക്കൊണ്ട് അടുക്കള ഭാഗത്തേക്ക് നടന്നു. ഇവൻ ഗൾഫിലല്ലേ മഞ്ജു? കല്യാണപ്രായമൊക്കെ ആയില്ലേ? ആലോചിച്ചു തുടങ്ങിയോ വല്ലതും? അവന്റെ അമ്മയും പെങ്ങളും ഒക്കെ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. കഴിഞ്ഞ വട്ടം അങ്ങനെ എന്തോ നാത്തുൻ പറയുന്നത് കേട്ടായിരുന്നു. എന്തായാലും നല്ല സ്വഭാവമുള്ള ഒരു അമ്പോറ്റി ചെറുക്കനാ. ഇത്രയും സ്വഭാവ ഗുണമുള്ള ഒരു ചെറുക്കൻ ആ പരിസരത്ത് കാണില്ല രമേ. ഇവൻ ആർക്ക് ചെന്ന് ചേർന്നതായാലും അവര് ഭാഗ്യം ചെയ്ത പെൺകുട്ടിയുടെ തന്തയും തള്ളയും ആയിരിക്കും. അത്രയ്ക്ക് നല്ലവനാ ചെറുക്കൻ. മരുമോന്റെ സ്വഭാവ ഗുണങ്ങൾ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മഞ്ജുവിന് മതിയാവുന്നില്ലായിരുന്നു. ഇതേ സമയം ആമ്പലു ആരുടെ കൂടെയാണ് പുറത്തു പോയെന്ന് അറിയാനുള്ള വ്യഗ്രതയോടെ വിളയിലേക്ക് നടക്കുകയായിരുന്നു സിദ്ധു. സാറും ടീച്ചറും എന്നൊക്കെ പറയുമ്പോൾ സാറിന് നല്ല പ്രായമുണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവളെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടില്ലല്ലോ അമ്മാവനും അമ്മായിയും. മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയോടെയാണ് സിദ്ധു പാഞ്ഞു പിടിച്ച് അവിടേക്ക് നടന്നത്. ആഹാ, അത്യാവശ്യം പച്ചക്കറി പുറത്തു കൊടുക്കാൻ പാകത്തിലുള്ള അശോകൻ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? വിളഞ്ഞു തൂങ്ങിയ പടവലം നോക്കിയാണ് ലളിത ടീച്ചർ പറഞ്ഞത്. ഇവിടെ ഞായറാഴ്ച ചന്തയിൽ കൊടുക്കുന്നുണ്ട് ടീച്ചറെ. എന്താ മോളെ, കേട്ടില്ല? പതിഞ്ഞ ശബ്ദം കാറ്റിന്റെയും ഇലകളുടെയും മർമ്മരം കാരണം ടീച്ചർ അത് കേട്ടില്ല. അല്പം ഉച്ചത്തിൽ പറ എന്റെ കൊച്ചേ, നീ പറഞ്ഞൊന്നും അമ്മ കേട്ടില്ല. മുന്നിൽ നടക്കുന്നവൾക്ക് അരികിലേക്ക് ചെന്ന് അല്പം കുനിഞ്ഞവളുടെ ചെവിയിലേക്ക് താഴ്ന്ന് ഏതരൻ ഇത്തിരി കളിയാക്കി പറഞ്ഞതും കുറച്ചു മുന്നേ അവനോട് പിണങ്ങി മുഖം വീർപ്പിച്ചിരുന്നവൾ ഒന്നുകൂടെ അവനെ നോക്കി കെറിവിച്ചു. ഒപ്പം ടീച്ചറിന്റെ അടുക്കിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അത് കണ്ടതും ഏതന് ചിരിയാണ് വന്നത്. ഒപ്പം അവളെ പിന്നെയും പിന്നെയും ചൊടിപ്പിക്കാനുള്ള ഉത്സാഹവും. ഇന്നുവരെ അങ്ങനെയൊന്നും തോന്നാതിരുന്നവന് അവൻ പോലും അറിയാതെ എന്തൊക്കെയൊക്കെ മാറ്റങ്ങൾ. അത് അവനിൽ തന്നെ ഉണ്ടാകുന്ന നേരമായിരുന്നു ആ സമയം. ഇവിടെ വായനശാലയിൽ ഞായറാഴ്ച നാട്ടിലെ പച്ചക്കറിയുടെ ചന്തയില്ലേ ടീച്ചറെ? അന്ന് അച്ഛനും വേണുമാമനും കൂടി അധികമുള്ളത് അവിടെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അവനെ നോക്കാതെ അവനോട് പിണങ്ങിക്കൊണ്ടുള്ള അവളുടെ ആ പറച്ചിൽ കണ്ടതും ഏതിന് ചിരിയാണ് വന്നത്. ഒപ്പം അവളെ പിന്നെയും പിന്നെയും ചൊടിപ്പിക്കാനുള്ള ഒരു ഉത്സാഹവും. ആ ഒരു പുഞ്ചിരിയോടെയാണ് അവൻ അവർക്ക് പിന്നാലെ നടന്നത്. ആ, അത് നേരാണല്ലോ. എപ്പോഴും മാഷ് അവിടെ നിന്നും ചീര വാങ്ങി വന്നിട്ട് അശോകന്റെ പച്ചക്കറിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഓർത്തെടുക്കുന്ന പോലെ ടീച്ചർ ചിരിച്ചു. മറുപടി പോലെ ആ വട്ടമുഖവും പ്രകാശിച്ചു. അമ്മേ, ദേ നോക്കിയേ. പിന്നീന്ന് ഏതൻ ഉച്ചത്തിൽ വിളിക്കുന്ന കേട്ടാണ് ടീച്ചർ തിരിഞ്ഞു നോക്കിയത്. ഒപ്പം ആമ്പലു. എന്താ ഇതു? അത് അമ്മ. അമ്മ ഈ പടവലം കണ്ടായിരുന്നോ? താഴെ മുട്ടി നിൽക്കുന്ന ഒരു പടവലങ്ങ കാണിച്ചുകൊണ്ട് ഏതൻ ചോദിച്ചു. ഹാ, ഞാൻ കണ്ടടാ. നല്ല നീളമുണ്ട് അല്ലേ? ടീച്ചർ അങ്ങനെ പറഞ്ഞതും ഏതൻ നോക്കിയത് ആമ്പലുവിനെയാണ്. അവന്റെ ആ നോട്ടവും മീശത്തുമ്പ് കടിച്ചു പിടിച്ചുള്ള ചിരിയും കണ്ടതും ആമ്പലുവിന് എന്തോ പന്തികേട് തോന്നി. അത് ഉറപ്പിക്കുന്ന പോലെയായിരുന്നു അവന്റെ ആ അടുത്ത ചോദ്യം. ആ, അശോക് ചേട്ടൻ വളർത്തുന്ന പടവലത്തിന് വരെ നല്ല നീളമുണ്ട്. ആരോടൊന്നില്ലാതെ ആകാശത്ത് നോക്കി കളിയോടെ പറഞ്ഞവൻ മേൽചുണ്ടും കീഴ്ചുണ്ടും മപ്പ് കടിച്ച് പുറത്തേക്ക് വരാൻ വെമ്പി നിൽക്കുന്ന ചിരിയെ ഒതുക്കുന്ന കൂടെ കണ്ടതും ആമ്പലു ദേഷ്യം കൊണ്ട് ചുവന്നു തുടർത്തു. നീ എന്തൊക്കെയാ ചെറുക്ക തലയും വാലുമില്ലാതെ പറയുന്നത്? സത്യം പറഞ്ഞാൽ ആദ്യം ടീച്ചർക്ക് കാര്യം മനസ്സിലായില്ല. എന്നാൽ ടീച്ചർക്കൊപ്പം നിന്നവൾക്ക് അവന്റെ ചിരിയിൽ തന്നെ കാര്യം മനസ്സിലായിരുന്നു. എന്റെ അമ്മേ, അമ്മ ഈ പടവലം ഒന്ന് നോക്കിയേ. എന്നിട്ട് അമ്മയ്ക്ക് അടുത്ത് നിൽക്കുന്ന ധാവണിക്കാരിയെയും. ഏതോ കാര്യം മനസ്സിലായ പോലെ ടീച്ചർ അവനെ ശാസനയോടെ നീട്ടി വിളിച്ചു. എന്റെ അമ്മേ, ഞാനല്ല, ഈ പടവലമാണ്. ഞാൻ അടുത്തുള്ള പോയപ്പോൾ ഈ പടവലം പറയുകയാ. അശോകൻ ചേട്ടൻ നട്ടു വളർത്തിയ എനിക്ക് പോലും എന്തൊരു നീളമാണെന്ന്. അല്ലാതെ ഞാനൊന്നും ആരെയും കളിയാക്കിയില്ല. അല്ലേ തന്നെ ഞാൻ ആരെയെങ്കിലും കളിയാക്കുമോ? അത്രയും നിഷ്കളങ്കമായി ഏതൻ അമ്മയെ നോക്കി ചോദിച്ചു.
ഒപ്പം കുറച്ചു നേരമായി തന്നെ നോക്കാതെ മുഖം വീർപ്പിച്ച് നടക്കുന്നവളുടെ അരികിലൂടെ അതും പറഞ്ഞുകൊണ്ട് നടന്നവൻ കണ്ണുകൾ ചെറുതാക്കി ചിരിക്കാനും മറന്നില്ല. അല്ലിൽ തന്നെ നീളമില്ലാത്തതുകൊണ്ട് എല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞും പാത്തക്കുട്ടി എന്നാണ് വിളിക്കാറ്. അവൾക്കാണെങ്കിൽ അവളുടെ നീളത്തെപ്പറ്റി പറഞ്ഞ് കേൾക്കുന്നതേ ദേഷ്യവും. എപ്പോഴോ രമ്യ ദേഷ്യം വന്നപ്പോൾ അടയ്ക്കാക്കുരുവി എന്ന് വിളിച്ചതിന് ആ ദിവസം മുഴുവനും മുഖം കയറ്റിപ്പിടിച്ച് അങ്ങനെയേ നടന്നു എന്ന് ആസി പറഞ്ഞ ഓർമ്മയിലാണ് ഇന്നിപ്പോ അവൻ മനഃപൂർവ്വം അവളെ അതും പറഞ്ഞു ചോടിപ്പിച്ചത്. യദു വേണ്ടായേ, ഇതൊന്നും അത്ര നല്ല ശീലമല്ല. ടീച്ചർ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് അവനെ നോക്കിയത്. കുഴപ്പമില്ല ടീച്ചറമ്മേ, അടയ്ക്കാൻ മരത്തിലെ തോട്ടി പോലെയുള്ളവർക്ക് അങ്ങനെ എന്തും പറയാമല്ലോ. പെണ്ണ് ദേഷ്യം പിടിച്ച് പറഞ്ഞതും ടീച്ചർ അത്ഭുതത്തോടെ അവളെ നോക്കുന്നതാണ് കണ്ടത്. സാധാരണ എന്ത് കാര്യമുണ്ടെങ്കിലും കണ്ണും നിറച്ച് മുഖം കുനിച്ച് നടക്കുന്ന കൊച്ചാണ് ഇന്നിപ്പോ ഇങ്ങനെയൊരു മറുപടി പറയുന്നത്. പക്ഷെ ദേഷ്യം പിടിച്ച മുഖത്ത് ഒട്ടും പാടില്ലാതെ വരുന്ന നേരം ആസിയോടും നൗഫിയോടും രമ്യയോടും മറുപടി പറയുന്നവളെ അറിയുന്ന ഏതന് അതായിരുന്നു വേണ്ടതും. കണ്ടോ യദു, ഇതാ പറയുന്നത് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന്. രണ്ടുപേരെയും നോക്കി ചിരിച്ചുകൊണ്ട് ടീച്ചർ മുന്നിലൂടെ നടന്നതും അവനെ നോക്കി ഒന്നുകൂടി മുഖം വീർപ്പിച്ച് അവൾ പിന്നാലെ ചെന്നു. എന്നാൽ അവൾ അങ്ങനെ എല്ലാവരോടും ദേഷ്യവും വാശിയും കാണിക്കില്ലെന്നും അവളുടെ ഹൃദയത്തിൽ അത്രമേൽ പ്രിയപ്പെട്ടവരോട് മാത്രമേ അവൾ ഈ അവകാശങ്ങളൊക്കെ കാണിക്കുള്ളൂ എന്നറിയുന്നവന് ഇതെല്ലാം ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു. വരമ്പ് കീറി ഇത്തിരി അങ്ങോട്ട് ചെന്നാൽ പിന്നെ ചീരകൃഷിയാണ്. അതും കഴിഞ്ഞ് അപ്പുറത്തെ തുണ്ടിലാണ് വാഴയുള്ളത്. അവിടെ കയറാതെ വരമ്പിലൂടെ തന്നെ തൊടിയിലേക്ക് ഇറങ്ങാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് ചെറിയൊരു ചെളിക്കുണ്ടുണ്ട്. ഒന്ന് പലക അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ ചെളിയിൽ വീഴും. ടീച്ചർ അതിലൂടെ നോക്കി വേണോട്ടോ മുകളിലേക്ക് കയറാൻ. അമ്മ ടീച്ചറിനോട് അങ്ങനെ പറഞ്ഞിട്ട് നോക്കിയത് ഏതനെയാണ്. അവളുടെ നോട്ടത്തിലെ അർത്ഥം മനസ്സിലായ പോലെ ഏതൻ അവളെ ഒരല്പം മാറ്റി നിർത്തി കുറച്ചു മുന്നേ ചെന്ന് ടീച്ചറിനെ കയ്യിൽ പിടിച്ച് കയറ്റി. മുകളിലേക്ക് കയറിയ ടീച്ചർ നടന്നു തുടങ്ങിയതും അവൻ ആമ്പലുവിന്റെ നേരെ കൈ നീട്ടി. അവനെ നോക്കിക്കൊണ്ടവൾ മുഖം വെട്ടിച്ചു. പേടിച്ചേ അമലു, വേണ്ട, ഞാനെന്നും തനിയെ ഇതിലേക്ക് കയറാറ്. കുറച്ചു മുന്നേ അവൻ കളിയാക്കിയതിന്റെ ദേഷ്യത്തിൽ പെണ്ണ് മുഖം ഏറ്റുപിടിച്ചു നിന്നു. അത് എന്നുമല്ലേ, ഇന്നിപ്പോ ഈ വേഷത്തിൽ നിനക്ക് കയറാൻ പാടായിരിക്കും. ഒരിത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഈ ചെളിയിലാവൂട്ടോ ഇന്നത്തെ മോളുടെ സദ്യ, ഓർത്തോ നീ. കീഴ്ചുണ്ടിനറ്റം കടിച്ചു പിടിച്ച് ചിരി ഒതുക്കി കുറുമ്പോടെ ചെക്കൻ പിന്നെയും പറഞ്ഞതും അവന് നേരെ കൈനീട്ടാൻ തുടങ്ങിയവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചുകൊണ്ട് പാവാട ഒതുക്കി കാലെടുത്തു വെച്ചു. അവനെ നോക്കി ദേഷ്യം പിടിച്ച് ചെയ്തവളുടെ വിരലുകൾ പാവാടത്തുമ്പിൽ തട്ടാൻ നേരം വേണ്ടി വന്നില്ല. അങ്ങനെ കുടുങ്ങിയതും പെണ്ണ് സൈഡിലേക്ക് വീഴാൻ തുടങ്ങി. അമലു, ആമ്പലു, ഒരുപോലെ രണ്ടു വിളികൾ അവളെ തേടി എത്തിയെങ്കിലും പിന്നിലേക്ക് പോയവളെ വീഴാതെ നെഞ്ചിലേക്ക് കമർത്തി പിടിച്ചു ഒരുവൻ. ആ നേരം അവളെ ഹൃദയത്തിലേക്ക് ചേർത്തിരുന്നു.